വയറ് നിറഞ്ഞു. പുഷ്പ പിള്ളേർ കഴിച്ചോടി? നിന്റെ മക്കളല്ലേ, ഉറക്കപ്പായെന്ന് എഴുന്നേക്കുന്ന മുമ്പേ പല്ലു പോലും തേക്കാതെ വെട്ടി വിഴുങ്ങി കാണും. അവര് പല്ലൊക്കെ തേക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ അതിനെന്താമ്മേ കുഴപ്പം? ഇപ്പൊ പുതിയ സയൻസ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ലൊന്നും തേക്കണ്ട, പല്ലൊക്കെ കഴിച്ചിട്ട് തേച്ചാൽ മതി. അപ്പൊ നീ പല്ല് തേക്കാനാണ് കഴിക്കുന്നത്? നമ്മള് പഴയ ആളല്ലേ, നമ്മള് രാവിലെയും വൈകിട്ടും ഒക്കെ പല്ല് തേക്കും. കണ്ടോ, ഇങ്ങനെ ഉണ്ടോടി മക്കളെ വളർത്താൻ. പിന്നെ എന്റെ മക്കള് പിന്നെ രാവിലെയും വൈകുന്നേരം തേക്കുന്നില്ലേ? പിന്നെ ചിലയാളെ പോലെ വെപ്പ് പല്ലല്ലാന്നേ ഉള്ളൂ. എന്തുകൊണ്ടി നീ പറഞ്ഞ വെപ്പുമല്ലോ? അതിന് ഞാൻ അമ്മേനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്നെ നോക്കിട്ട് ഇങ്ങനെ നോക്കിയല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്തുന്നുണ്ട്. രാവിലെ എന്ത് രണ്ടും കൂടെ കലിബില കലിബില. ഞാൻ നിർത്തി. ഓ, ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ? ഇനി ഞാൻ മുന്നോട്ട് കലിബിലാക്കണ്ട. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു 50 രൂപ വേണം. 50 രൂപ എന്റെ ഒന്നും ഇല്ല. അത് ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എപ്പോഴേ എടുത്തു. എന്തൊരു കല്യാടി നീ? ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നത് കള്ളത്തരാണോ? അതൊരു മോഷണം തന്നെയാ. എന്നാ കണക്കായി പോയി. അത് മോഷണം തന്നെയാണ്. പക്ഷെ നീ എന്തിനാ എടുത്ത? അത് നമ്മളെ കുടുംബശ്രീയില് കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമേ 50 രൂപ കൊടുത്താല് നല്ല കോഴി കുഞ്ഞുങ്ങളെ കിട്ടും. അടിപൊളി. പൂവനോ പെടയോ? അത് പെടക്കോഴികളാ. മോഹിനിയുടെ വീട്ടിൽ പൂവൻ കുഞ്ഞുങ്ങളാ, പൂവൻ കോഴി കുഞ്ഞുങ്ങളാ. അതിന് ഞാനെന്നാ വേണ്ടേ? അല്ല, അവിടെ പൂവനും ഇവിടെ പെടയാകുമ്പോ അവർക്കൊരു രസമാണല്ലോ. അങ്ങനെ ഒരു രസം നമുക്ക് വേണ്ട. അതെ, ഇവിടെ എങ്ങാനും കോഴി അങ്ങോട്ട് വന്നാണ്ടല്ലോ. എന്നാ പിന്നെ അതുങ്ങളെ വളർത്താൻ വേണ്ടി ഞാൻ വേറെ വീട് വാടകയ്ക്ക് എടുക്കാം. നീ വീട് വാടകയ്ക്ക് എടുക്കുവോ അതൊക്കെ പണിത് കൊടുക്കുവോ എന്ത് വേണം ചെയ്തോ, പക്ഷെ എന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല. ഞാൻ വളർത്തും. വളർത്തും. എന്റെ അമ്മേ, കോഴിയെ വളർത്തിയ നല്ല ഗുണമല്ലേ? നമുക്ക് കോഴിമുട്ട കിട്ടും ഡെയിലി. ഇനി വല്ലപ്പോഴൊക്കെ വല്ല ഇറച്ചി തിന്നണമെന്ന് കോഴിയെ വെട്ടി തിന്നുകയും ചെയ്യാം. അങ്ങനെ കോഴിമുട്ട നീ അങ്ങോട്ട് തിന്നണ്ട. എനിക്ക് ആ കോഴിക്കാട്ടം കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. പിന്നെയോ ആ കോഴിയുടെ മണം കേൾക്കുമ്പോ അതിന് അമ്മ എന്തിനാ അത് കാണാനും മണക്കാനൊക്കെ പോകുന്നത്? അപ്പൊ നീ കോഴിക്ക് സ്നഗ്ഗി വെച്ച് കൊടുക്കുവോ? അത് വേണമെങ്കിൽ ഞാൻ വെച്ചു കൊടുക്കും. വഴി ഉണ്ടാക്കാം. നമുക്കൊരു കോഴിക്കൂട് പണിയാം. അപ്പോഴാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് നാറ്റം അടിക്കത്തില്ല, കോഴികൾ വളരുകയും ചെയ്യും. കൂട്ട് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മുരടിക്കാൻ വേണ്ടിട്ടായിരിക്കും, പുറലോകം ഒന്നും കാണണ്ടായിരിക്കും. ഇനി അതിനും വഴിയുണ്ട്. അമ്മ പുറത്തോട്ട് വരുമ്പോ ഇതിനെ അകത്ത് കയറ്റി അടയ്ക്കാം. അമ്മ അകത്തോട്ട് വയ്ക്കുമ്പോ നമുക്ക് തുറന്നു വിടാമല്ലോ. അങ്ങനെ ആരും പേടിച്ചിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ കോഴി എങ്ങനെ ഈ പെരക്കകത്ത് കയറിയാൽ ഞാൻ ചവിട്ടി കൂട്ടും. ഞാൻ വളർത്തും. നീ വളർത്തും. നടക്കൂല കേട്ടോ, വളർത്താന്ന് വിചാരിക്കണ്ട. ആ മുഖം ഉപേക്ഷിക്കും. എനിക്ക് വേണ്ട. ഒരു കോഴിമുട്ട പുഴുങ്ങി എടുക്കട്ടെ. അതാ ഉപ്പ് കൊടുത്തേ. എനിക്ക് വേണ്ട. നാടൻ മുട്ടയാ. ഇത് സാധനം നിങ്ങളുടെ അമ്മ എന്തൊക്കെ ചെയ്യാൻ വിടുവോ? വഴിയുണ്ടാക്കാം, നീ സമാധാനിക്ക്. ഇതെന്താ കഴിക്കാതെ? മതി, വയറ് നിറഞ്ഞു. ഗ്യാസാ. കടല കാലം മുന്നോക്കം മുന്നോക്കം